ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ 18/2/2025 ചൊവ്വാഴ്ച 22,923 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 76 പോയിന്റ് മൈനസിൽ ഗ്യാപ് ഡൗൺ ആയി 22,847 എന്ന ലെവലിലാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ 22,814 എന്ന ലോ കാണിച്ചെങ്കിൽ പോലും വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് സെക്കൻഡിൽ ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ എന്നായിരുന്നു നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. എന്നാൽ രാവിലെ ഓപ്പൺ ആയത് തന്നെ ഇവിടേക്കാണ്. അപ്പോൾ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു സപ്പോർട്ടായി പ്രവർത്തിക്കും, ഒപ്പം തന്നെ ഒരു സെല്ലിങ്ങിന് ഒരു ടാർഗറ്റുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് തന്നെ വളരെ ബുള്ളിഷായ ഒരു ക്യാൻഡിലാണ് തന്നത്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു റിവേഴ്സൽ കിട്ടുന്നു എന്ന് തോന്നിയ ഏതൊരാൾക്കും ഈ അപ്പ് മൂവ് ട്രേഡ് ചെയ്യാൻ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾക്ക് വന്നു പോയെങ്കിൽ മാത്രമാണ് ഇത് ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു റെസിസ്റ്റൻസ് ആയി മാറേണ്ടതാണ്. ആ ലെവലിലേക്ക് ആദ്യത്തെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ നിന്ന് ഒന്ന് റീടെസ്റ്റ് വീണ്ടും തൊട്ട് താഴെയുള്ള മൈനർ റെസിസ്റ്റൻസ് സപ്പോർട്ടായി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലിലോട്ട് വന്നെങ്കിലും പിന്നീട് അതിവേഗം ബുള്ളിഷായി മൂവ് ചെയ്യുകയാണ് ചെയ്തിരുന്ന പ്രൈസ്. ഇത് ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ടാക്ടിക്സ് ആയിരിക്കണം. എന്നാൽ എപ്പോഴും അതൊന്നും നടന്നു പോകണമെന്നില്ല. എന്നാൽ ഇത് ഹോൾഡ് ചെയ്യാൻ തോന്നിയ ഏതൊരാൾക്കും നല്ല ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ ലെവലിൽ നിന്ന് വീണ്ടും ഒരു കറക്ഷൻ, വീണ്ടും ഒരു ബുള്ളിഷ്. എന്നാൽ ഇത് വളരെ കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മൈനർ റെസിസ്റ്റൻസിൻ്റെ അരികിലോട്ട് പോലും ചെന്നില്ല. അവിടെ നിന്ന് ഈ താഴെ കാണിച്ചതുപോലെ തന്നെയുള്ള സിംറ്റം ഇവിടെയും രൂപപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ ലെവലിൽ നിൽക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നിന്ന് തിരിഞ്ഞു പോവുകയായിരുന്നെങ്കിൽ തീർച്ചയായും നമുക്കൊരു ബുള്ളിഷ് മൂവ് കിട്ടിയാണ്. എന്നാൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരുന്ന ലെവലിൽ വന്ന് പ്രൈസ് വീണ്ടും അപ്വേർഡ് ട്രൈ ചെയ്തു. എന്നാൽ പുതിയ ഉയരം തരാൻ കഴിയാതെ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ രൂപപ്പെട്ടു. അപ്പോഴും പുട്ട് ഓപ്ഷൻ ഇവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഒന്നുകിൽ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ തീരുമാനിച്ച ഏതൊരാൾക്കും നല്ല പ്രോഫിറ്റ്. ഈ റിവേഴ്സൽ വീണ്ടും സപ്പോർട്ടിൽ നിന്ന് എടുക്കുന്ന റിവേഴ്സൽ വീണ്ടും ചെറിയ രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ സെല്ലിംഗ് പ്രഷർ തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തു, ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്തു, വീണ്ടും സപ്പോർട്ട്, അവിടുന്ന് ബ്രേക്ക്. ഈ തരത്തിലാണ് ഇന്ന് പ്രൈസ് മൂവ് ചെയ്തത്. അത്യാവശ്യം മൂവിങ് റേഞ്ചുകൾ ഉണ്ടായിരുന്നു എങ്കിലും കൃത്യമായി അത്രയും ക്ഷമയോടെ കാത്തുനിന്ന് കാര്യങ്ങളെ നന്നായി തിരിച്ചറിഞ്ഞ് ട്രേഡ് ചെയ്തില്ലെങ്കിൽ ഇന്ന് പലപ്പോഴും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഹിറ്റായേക്കാം, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഹിറ്റായേക്കാം. മാർക്കറ്റ് സാമാന്യം നല്ല വോളട്ടൈലായിരുന്നു. എന്നാൽ നമുക്ക് പരിശോധിച്ച് കാണാം. കഴിഞ്ഞ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം വളരെ വേഗത്തിൽ താഴോട്ട് വന്നു, വീണ്ടും പ്രൈസ് തിരിച്ചു കയറി. ഇവിടെ വീണ്ടും ഇന്ന് ഒരു സെല്ലിംഗ് തന്ന് ഗ്യാപ്പ് ഡൗൺ തന്നിട്ടും പ്രൈസ് അതിലും കൂടുതൽ ഉയരത്തിൽ തിരിച്ചു കയറി. അപ്പോൾ ഈ ഏരിയ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തമായും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഏരിയയിൽ നല്ല കൺസോൾട്ടേഷനാണ്. വളരെ ടാക്റ്റ്ഫുള്ളായി ശ്രമിച്ചാൽ മാത്രമേ പ്രോഫിറ്റ് ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ. 1-2 ട്രേഡുകൾ എടുത്ത് പ്രോഫിറ്റ് അത് മതി എന്ന് കരുതി മാറി നിൽക്കുകയോ അതല്ലെങ്കിൽ കിട്ടിയ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ മാത്രം സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതി ചെറിയ ലോട്ട് സൈസിൽ ട്രേഡ് ചെയ്യുകയോ ചെയ്തവരൊക്കെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പല പിയാൻഡലുകളും നമുക്ക് പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. എല്ലാവരുടെയും എല്ലാം എപ്പോഴും പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ഖേദമുണ്ട്. കാരണം ഇത് ടെലഗ്രാം ചാനലിലേക്ക് നമുക്ക് വാട്സപ്പിൽ കിട്ടുന്ന ഒരു മെസ്സേജ് മാത്രമാണ് ഒരു സമയം ഫോർവേഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ന്യൂനത. എന്നിരുന്നാലും എല്ലാവരും എനിക്ക് അയച്ചു തരുന്ന പിയാൻഡലുകൾ അയച്ചു തരുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. പലരും നമ്മുടെ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്ത് കൃത്യമായും ട്രേഡിംഗ് പഠിച്ച് മനസ്സിലാക്കി പോസിറ്റീവായി ട്രേഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ആൺപെൺ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ ഇന്ന് പല പിയാൻഡലുകളും പല ശബ്ദ സന്ദേശങ്ങളും ലഭിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് ഒരു
യൂട്യൂബ് ഇൻകത്തിനപ്പുറം ഇത് പലർക്കും ഗുണകരമാകുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. എങ്കിലും ഇത് ഉപയോഗപ്പെടുത്താൻ ഞാൻ ആരെയും പ്രേരിപ്പിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ക്യാൻവാസ് ചെയ്യുകയോ ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഞാൻ ഇതൊരു കോള് വാങ്ങിക്കോ പുട്ട് വാങ്ങിക്കോ എന്നുള്ള ഒരു സജഷൻ ഒന്നുമല്ല. അത്തരത്തിൽ ദയവായി കണ്ടേക്കരുത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തതുമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം, സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എങ്ങനെയായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. 22,891 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന നിലയ്ക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് തിക്ക് ബ്ലൂ ലൈനിൽ. അതുപോലെ തന്നെ തൊട്ട് താഴെയായി 22,858 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യമേ ലഭിക്കേണ്ട പ്രധാന ഒരു മൈനർ റെസിസ്റ്റൻസ് ലെവൽ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 22,891 എന്ന ലെവലാണ് തിക്ക് ബ്ലൂ ലൈനിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ അതിന് തൊട്ട് താഴെയായി 22,858 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഡേയ്സ് ഹൈയാണ് നമുക്ക് ആദ്യമായി ലഭിക്കാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 23,135 23,182 എന്ന മേജർ റെസിസ്റ്റൻസ്, അത് തിക്ക് ബ്ലൂ ലൈനിൽ. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ലഭിക്കേണ്ട ആദ്യത്തെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ 23,135 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യാം. അതും ബ്രേക്ക് ചെയ്യുന്ന പോകുന്ന പക്ഷം 23,182 എന്ന ലെവലായിരിക്കാം ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള ഏതെങ്കിലും ഒരു ഉചിതമായ റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് എന്ന് ബോധ്യമായാൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് വീക്ക് ആയേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ രേഖപ്പെടുത്തിയ ലെവലുകളെന്ന് നിങ്ങൾക്ക് അവ കാണാമെന്ന് കരുതുന്നു. 49,411 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ടായി 49,279 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ആദ്യമേ ലഭിക്കേണ്ട ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന ലെവൽ 49,759, 849, 49,953, 50,050 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് അപ്പർ സൈഡിലേക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 49,953 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ആയാണ് ഞാൻ പരിഗണിക്കുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് തീർച്ചയായും ഈ ആദ്യമേ ലഭിക്കേണ്ട മൈനർ റെസിസ്റ്റൻസ് തന്നെയാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എങ്കിൽ ഗ്രാജുവലി ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി അപ്വേർഡ് ഡയറക്ഷനിൽ കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരം ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്.
എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ പ്രധാനമായും 49,000 എന്ന ടാർഗറ്റ് ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുക എന്നത് അല്പം സ്ട്രോങ് ആയ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായേക്കാം. 75,810 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 75,712 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഉയരമാണ് ആദ്യമായി ലഭിക്കാവുന്ന മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുകളിൽ 76,507, 76,615, 702 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ തിക്ക് ബ്ലൂ ലൈനിൽ വരച്ചിട്ടുള്ള 76,615 എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രധാന റെസിസ്റ്റൻസ് ആയി കാണാൻ സാധ്യത. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രധാനമായും ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു, 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നതാണ് പ്രതീക്ഷ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. മാർക്കറ്റ് വീക്ക് ആകും എന്നൊരു ഫീൽ തരണമെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഡേയ്സ് ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ കൃത്യമായും ക്ലോസ് ആവുക തന്നെ വേണം. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ മാർക്കറ്റ് ഫർദർ വീക്ക് ആയേക്കാം എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് കാണാമോ എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഉചിതമായ രീതിയിൽ ഞാനവയെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എങ്ങനെയോ അപ്പോൾ അവിടെ നിന്നും പ്രൈസ് എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തീർച്ചയായും അവിടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്കും ഈ ട്രേഡിംഗ് പ്ലാൻ മനസ്സിലാകുന്നുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെയും ട്രേഡിംഗ് സ്റ്റൈലുകൾ വ്യത്യാസപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. എങ്കിലും ഇത് ഞാനൊരു ബൈ സെൽ ഓർഡർ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനോ കോൾ ഓപ്ഷനോ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കോ എന്ന് പറയുന്ന ഒരു സജഷനൊന്നുമല്ല. പഠനാർത്ഥം മാത്രം തയ്യാറാക്കുന്ന അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ അത്തരത്തിൽ കാണണം. നിങ്ങൾക്കും ഇത് നിങ്ങളുടെ പഠന അറിവ് വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്നു എങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്